ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നലെ എം പി രാജേഷ് കോൺഗ്രസിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. കർണാടക സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ്. കർണാടകയിൽ 420 കോടിയെങ്കിലും കേരളത്തിൽ വിറ്റുവരവുള്ള സ്പിരിറ്റ് കർണാടകയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഡിസ്റ്റിലറികളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. രമേശ് ചെന്നിത്തല ഈ ഡിസ്റ്റിലറി ലോബിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന ആരോപണം ഇങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ അങ്ങോട്ട് കെ കവിത ഇവിടെ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. അത് എവിടെ താമസിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ച് കളിക്കുകയാണോ? ഇവിടെ ഇന്ത്യയിലെ വെടികണക്ക് ഇങ്ങനെ കർണാടകത്തിലുള്ള മദ്യവ്യവസായികളെല്ലാം കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് അവരുമായി ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞു പോകാം. പക്ഷെ ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയ വളരെ സ്പെസിഫിക് ആയ ഒരു ആരോപണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കവിത കേരളത്തിൽ വന്നിരുന്നോ? ഭരണ നേതൃത്വത്തിലുള്ള ആരെയൊക്കെ കണ്ടു? എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്? അവർ ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുണ്ടോ? ക്ലിഫ് ഹൗസിൽ ആതിഥ്യം അവർക്ക് നൽകിയിട്ടുണ്ടോ? എന്തായിരുന്നു അവരും മുഖ്യമന്ത്രിയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം? ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ എന്ത് ബന്ധമാണ്? ക്ലിഫ് ഹൗസിന്റെ ആതിഥ്യം അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ആതിഥ്യം ക്ലിഫ് ഹൗസിൽ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രകടമായി വ്യക്തമാവട്ടെന്നില്ലേ? അപ്പൊ ബോധ്യപ്പെടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറവെച്ച് സംസാരിക്കുന്നത്? ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ലല്ലോ പ്രതിപക്ഷ നേതാവിന്. അങ്ങേക്ക് കഴിയുന്നില്ല. മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. അല്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണേ. നിങ്ങൾ എല്ലാം കണ്ടെത്തുന്നവരല്ലേ? നല്ലൊരു ക്ലൂ തന്നിട്ടില്ലേ? നിങ്ങളൊന്ന് അന്വേഷിക്കൂ. CCTV എന്തായാലും ഉണ്ടാവില്ല, കാരണം ഇടിപെട്ടി പോയി കാണും. അപ്പോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കൂ. ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുണ്ടോ? അവിടുത്തെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ടോ? കവിതയുടെ ആതിഥ്യം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ആരൊക്കെ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കവിത? ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിക്കണേ. അല്ല, ഓക്കെ, ഒരു ക്ലൂ ഇട്ട് തന്നു കോൺഗ്രസ് പറയും. ജ്യോതികുമാർ ചാമക്കാല, ഏത് കാലയളവിൽ കെ കവിത നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിലാണ് അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയൊക്കെ ചെയ്തത്. കെ കവിത എപ്പോഴാണ് കേരളത്തിൽ വന്നത് നിങ്ങളുടെ ആരോപണം അനുസരിച്ചാണെങ്കിൽ? ഞാൻ പറഞ്ഞതല്ലോ, ഇത്രയും വെറുതെ നമ്മൾ പറയില്ലല്ലോ. അതിനെ സംബന്ധിച്ചും വന്ന ദിവസത്തെ സംബന്ധിച്ചും താമസിച്ച സ്ഥലത്തെ കുറിച്ചും ഒക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കൂ. നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പറയും, അപ്പം നമ്മൾ പറയാം, ബാക്കി പറയാം, ഉറപ്പായും പറയാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങനെ ഉന്നയിച്ച പല കാര്യങ്ങൾ, ഖുറാവിന്റെ മറവിൽ സ്വർണം കടത്തി, അങ്ങനെ പല ആരോപണങ്ങളുടെ പേര് അന്നൊക്കെ ക്ലിഫ് ഹൗസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ വെറുതെ ആരോപണത്തിന് വേണ്ടി ആരോപണം എന്ന നിലയ്ക്ക് കോൺഗ്രസ് ഉന്നയിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 2018 ബ്രൂവറി കേസിൽ നിന്നും പിന്നോട്ട് പോയത് വെറും ഒരു ആരോപണത്തിന്റെ പേരിലായിരുന്നോ? സ്പ്രിംഗ്ലർ ഇടപാടിൽ പുറകോട്ട് പോയത് വെറും ഒരു ആരോപണത്തിന്റെ പേരിലായിരുന്നോ? ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പിന്നോട്ട് പോയത് വെറും ഒരു ആരോപണത്തിന്റെ പേരിലായിരുന്നോ? പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് പുറകോട്ട് പോയത് ആരോപണത്തിന്റെ പേരിലായിരുന്നോ? അതുപോലെ തന്നെ കേസ് മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോപണത്തിന്റെ പേരിലാണോ മുന്നോട്ട് പോയിട്ടുള്ളത്? അതുപോലെ കേരളയിലുമായി ബന്ധപ്പെട്ട് പുറകോട്ട് പോയത് എന്തിന്റെ പേരിലാണ്? വനാവകാശ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുറകോട്ട് പോയിട്ടുള്ളത് എന്തിന്റെ പേരിലാണ്? അപ്പൊ ഇത്തരത്തിൽ പ്രതിപക്ഷം പറയുന്ന പല കാര്യങ്ങളിലും പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. പോട്ടെ, ഇക്കാര്യത്തിൽ CPI പോലും വിശ്വാസമെടുക്കാൻ കഴിയാത്ത ഒരു മന്ത്രി പുറത്താകണം എന്ന് ആ മന്ത്രിയുടെ ജില്ലാ പ്രസിഡന്റുമാർ മുഴുവൻ ഈ വിഷയത്തിൽ നിലപാടെടുക്കാത്തതിന്റെ പേരിൽ ജനതാദളിന്റെ മന്ത്രിയെ പുറത്താക്കണമെന്ന് ആ പാർട്ടി തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? അപ്പോ കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തൊന്നും ഇരിക്കട്ടെ, നിങ്ങൾ വാദഗതിക്ക് വേണ്ടി അംഗീകരിക്കുക. ഞങ്ങളെല്ലാം വലിയ കുഴപ്പക്കാരാണ്. ഞങ്ങളുടെ കുഴപ്പം ചെയ്യാനാണോ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? നിങ്ങളുടെ നിലപാടാണോ? രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ നടന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. കാരണം പഞ്ചാബിൽ ഉൾപ്പെടെ ഈ കമ്പനി നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ കമ്പനിയുടെ ഭാഗമായി കമ്പനി അവിടെ ഭൂഗർഭജലം മലിനപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ഈ പറയുന്ന കുംഭകോണവുമായി ബന്ധപ്പെട്ട അതൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്.